ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കായി ഞാൻ സ്ഥിരമായിട്ട് കെട്ടുന്ന 3 ഹെയർ സ്റ്റൈലുകൾ പരിചയപ്പെടുത്തരാം. പിന്നെ ഞാൻ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നതുകൊണ്ട് മുഖം ഒരുമാതിരി ഇരിക്കുകയാണ്. എനിക്ക് മേക്കപ്പ് ഇല്ലാതെ വീഡിയോ ചെയ്യാനാണ് എനിക്കിഷ്ടം. മേക്കപ്പ് ഇട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി, ഞാനങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുടി ഫുള്ള് നമ്മൾ കോതി അതിൻ്റെ ഉടക്കൊക്കെ മാറ്റി നമ്മൾ മുടി ക്ലീനാക്കി വയ്ക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ സെക്ഷൻ നമ്മൾ ഏത് നിരപ്പാണ് എടുക്കുന്നത്, ഇവിടെയാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ മുഖത്തിന് ചേരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം, മുഖത്ത് ചേരുമെന്ന് നോക്കാം. നമുക്ക് സാധാരണ ഞാൻ സ്ഥിരം ഈ ഏരിയയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നോക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എടുത്ത സെക്ഷനാണ്, ഫസ്റ്റ് എടുത്ത നിരപ്പാണ് എനിക്ക് ചേരുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നിരപ്പേനെ നമുക്ക് എടുക്കാം. നമ്മൾ എപ്പോഴും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കരുത്. നമ്മൾ കുറച്ചൊന്ന് സൈഡേ നമ്മൾ എടുക്കാം. എപ്പോഴും കുറച്ചൊന്ന് അതാകുമ്പോഴത്തേക്കും നമ്മൾ നിരപ്പ് കാണത്തില്ല. നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലൈൻ കാണത്തില്ല. അപ്പോൾ അതേപോലെ വേണം നമ്മൾ എപ്പോഴും ഹെയർ കെട്ടുമ്പോൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്താണ്. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതലും എടുക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സെക്ഷൻ എടുത്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഹെയർ കെട്ടുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഞാൻ ഈ ഒരു മുടിയെ ഇത്രയും മുടിയെ നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു പോരുത്. ഇത്രയും മുടിയെ നമ്മൾ ഇതെല്ലാം കൂടെ ഈ ഒരു കൈപ്പത്തിയുടെ അകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് പിടിക്കണം. ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഇങ്ങോട്ട് വിട്ടുപോകാതെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കോതി നല്ല ഫിനിഷിങ് ഞാൻ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ ഒരു നിരപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചീപ്പ് അകത്ത് കയറ്റി വയ്ക്കണം. എന്നിട്ട് ഇത് ഈ ഇടത്തെ കൈ നമ്മൾ ചെറിയ ലൂസ് കൊടുത്ത് അതങ്ങ് വിട്ടു കൊടുക്കണം. ഇത് ഇങ്ങനെ കോതി വയ്ക്കണം. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, ഈ ഒരു ഏരിയ ഇങ്ങനെ പൊങ്ങിയിരിക്കും. നിങ്ങൾക്ക് നല്ലോണം കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ ഒരു സെൻറ്ററോ ഈ സൈഡോ വെച്ച് ഇങ്ങനെ കോതുക. ഇങ്ങനെ കോതി വെക്കുമ്പോൾ ഇവിടെയും കൂടെ വേണമെങ്കിൽ ശകലം കോതി ഒതുക്കി വരാം. കണ്ട ഇവിടെയും കൂടെ കുറച്ചും കൂടെ കോതി നമുക്ക് ഒതുക്കിയതിന് ശേഷം ഇത് വേണമെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ വയ്ക്കാം. കണ്ട ഇവിടെ ഫിനിഷിങ് കിട്ടി. നമുക്ക് കുറച്ചും കൂടെ കണ്ട അവിടെ നിന്ന് ഒന്നും കൂടെ ഇങ്ങനെ കറക്റ്റ് കൊടുക്കുമ്പോൾ കണ്ട ആ ഒരു ഫിനിഷിങ്ങിൽ വന്നത് കണ്ട. എന്നിട്ട് നമുക്കിവിടെ ചെറിയൊരു സ്ലൈഡ് ഇങ്ങനെ കുത്താം. അതിന് നമുക്ക് ആവശ്യമുള്ളത് ചെറിയൊരു പൂത്തുന്ന സ്ലൈഡാണ്. ചെറിയൊരു സ്ലൈഡ് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. 2 എണ്ണം കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഇറിവിയിരിക്കും. എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ കോതി വയ്ക്കാം. എൻ്റെ മുടി കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് 2 സൈഡ് സ്ലൈഡിൽ ഇരുന്നില്ല. ഒന്നുകൂടെ കുത്താം. അതുപോലെ ഓയിലില്ലാത്തതുകൊണ്ട് ഇപ്പം ഇരുന്നിട്ടുണ്ട്. ഈ മുടിയും കൂടെ കയറിയെന്നാണ് തോന്നുന്നു. സോറി. ഒന്നോ രണ്ടോ ഒന്ന് ഇരിക്കത്തില്ല, മുടി കട്ടിയുള്ളതുകൊണ്ട്. ഒരു 3 സ്ലൈഡ് ഇതാണ് ഇരുന്നിട്ടുണ്ട്.
നമുക്ക് ചെവി കാണുന്ന രീതിയിൽ ചെയ്യാം, അല്ലാതെ നമ്മുടെ മുഖത്ത് ഏതാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ ഒരു മുടി കണ്ട് ഇത്രയും ഇങ്ങനെ മുകളിലോട്ട് പോകണം. പോതി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇടണം. കണ്ടോ? എന്നിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പഫായിട്ട് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ചെറുതായിട്ട് ചെറിയ ലൂസിന് മാത്രം കോതി ഒതുക്കി കണ്ടോ? ഇതങ്ങ് ടൈറ്റ് ചെയ്തങ്ങ് കുത്തിയാൽ മതി. എളുപ്പമാണ്, ഒരു പാടുമില്ല. എനിക്ക് 3 സ്ലൈഡ് വേണം, കാരണം അല്ലെങ്കിൽ മുടി ഇരിക്കത്തില്ല. ഇതാണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈല്. പിന്നെ കുറച്ച് മുടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് നല്ല ഇങ്ങനെയൊക്കെ ഇടാം, വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഇതൊരു ഹെയർ സ്റ്റൈലാണ്. ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അടുത്തത് ഞാൻ ഈ ഒരു ഏരിയ മാറ്റി പിടിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഏരിയയും കൂടെ എടുക്കാം. ഈ ഒരു അണ്ട് നമ്മൾ ഈ കണ്ണിൻ്റെ ഇവിടെ നിന്ന് അണഞ്ഞ കൈ എടുക്കുമ്പോഴത്തേക്ക് ഇത്രയും ഒരു ഭാഗം കിട്ടും. എന്നിട്ട് ഇത്രയും ഇങ്ങനെ കോതിയെടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട്. എന്നിട്ട് നല്ല ചെറിയൊരു പഫ് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മുമ്പോട്ട് വെച്ച് കഴിയുമ്പോൾ പഫാവും. 1 2 സ്ലൈഡിൻ്റെ ആവശ്യമുള്ളൂ. രണ്ട് സ്ലൈഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മുടി ഇങ്ങനെയൊക്കെ ഇടാം. ഇവിടെ നമ്മൾ കുറച്ച് മുടി വേണമെങ്കിൽ ഇതൊരു ഹെയർ സ്റ്റൈലല്ലേ. ഇത് സിമ്പിളാണ്. നമ്മൾ വേറെ ഒന്നും മുടിയിൽ ചെയ്യാതെ തന്നെയാണ് പെട്ടെന്ന് എടുത്ത് അത് ചെയ്തത്. ആ സെക്ഷൻ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതില്ലാതെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഭാഗം മാത്രം എടുത്ത് ചെയ്താലും മതി. അപ്പോൾ ഇനി അടുത്ത ഹെയർ സ്റ്റൈൽ, ഇപ്പോൾ 2 ഹെയർ സ്റ്റൈലായി. ഇനി അടുത്ത ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. അപ്പോൾ അത് പോയി. ഇനി നമുക്ക് ഇതിപ്പോൾ ഹെയർ കെട്ടാത്തൊരു ഹെയർ സ്റ്റൈൽ. ഇതിപ്പോൾ കെട്ടി മുടിയാണ്ട് നല്ലോണം നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതും ഹെയർ സ്റ്റൈലായി. അപ്പം നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ കിടക്കണമെങ്കിൽ നമുക്ക് ഈ മുകളിലോട്ട് ഇങ്ങനെ കോതിയിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും നമുക്ക് ഒരു നല്ല സ്ട്രക്ചറിൽ മുടി ഇങ്ങനെ കിടക്കും, നല്ല പഫായിട്ടൊക്കെ ഇരിക്കും. ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത്രയും മുടിയെടുത്ത് ഒന്ന് ചുരുട്ടുക. പിന്നെ ഇതെടുത്ത് ഇങ്ങോട്ടോട്ട് ചുരുട്ടുക. പിന്നെ അത് ഒത്തു ചുരുട്ടുക. ഇതെടുത്ത് ഇതെൻ്റെ മുഖത്തിന് ചേരുന്നില്ലെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ സെൻറ്റർ എടുക്കണം. സെൻറ്റർ എടുത്തതിന് ശേഷം നമ്മൾ വേറെ ഒരു പാടുമില്ല, അത് ഞാൻ കാണിച്ചു തരാം.
അതുകൊണ്ട് ഇതേപോലെ ഉണ്ടോ കുറച്ചെടുക്കുക. അതുകൊണ്ട് ഇത്രയും ഏരിയ എടുക്കുന്നുള്ളൂ. ഞാൻ ഫുൾ എടുക്കണില്ല. ഫുൾ എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയായി തോന്നും. ഫുൾ എടുക്കാതെ നമ്മൾ ദാണ്ട് കുറച്ച് ഉണ്ടോ ഉണ്ടോ ഇങ്ങനെ ഇവിടെ പിടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒത്തി കൂടെ ഇങ്ങനെ കോതി വയ്ക്കാം. ഫിനിഷിങ് കിട്ടും. ഉണ്ടോ എല്ലാം പോയി. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലാണ് എനിക്ക് ഇത്രയും നെറ്റിയുണ്ട്. അപ്പോൾ അത് വൃത്തിയിടും ഈ ഒരു മോഡൽ. അപ്പം നമുക്ക് കുറച്ച് മുടി താണ്ട് കണ്ട ഇങ്ങനെ ഇടാം. എന്നിട്ട് നമുക്കത് കുറച്ചും കൂടെ കോതി വെച്ചതിന് ശേഷം ലൂസാക്കി കൊടുക്കണം. ഉണ്ട് ചെറിയൊരു ലൂസ്. ഒരുപാട് ലൂസ് വേണ്ട, ചെറിയൊരു ലൂസ് മതി. എന്നിട്ട് മൊത്തത്തിലുള്ള മുടി അങ്ങ് പിടിച്ച് കെട്ടുക. അല്ല സ്ലൈഡ് കുത്തുക. എനിക്കിപ്പോൾ 2 സൈഡ് ഞാനിപ്പോൾ കുത്തിയോളൂ. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഞാൻ 2 സൈഡ് ഞാൻ കുത്തിയോളും. നമുക്ക് 4 സൈഡ് കുത്തിയുണ്ടെങ്കിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്തിരിക്കും. കാരണം ഇതിനിപ്പോൾ അടുത്ത ഒരു മോഡൽ കാണിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം സ്ലൈഡ് കുത്തണ്ട. എനിക്ക് ഈ മോഡൽ ചേരുന്നുണ്ട്, മുഖത്തിന് ചേരുന്നുണ്ടുണ്ട് ഈ മോഡൽ. അപ്പോൾ ഇതൊരു നമുക്ക് ഒരു സെക്ഷനും ഇല്ലാതെ നമുക്ക് ഒരു നെരുപ്പും എടുക്കാതെ നമുക്ക് ഇങ്ങനെ മുടി കെട്ടാം. അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ കാണിച്ചു തരാം. അതെന്ന് പറയണത് അത് നമുക്ക് സെൻറ്റർ എടുക്കണം. സെൻറ്റർ ചിലപ്പോൾ എല്ലാവർക്കും സെൻറ്റർ ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മൾ മദ്യം ഇഷ്ടമായി അങ്ങനെ കെട്ടുന്നവർ കാണുമല്ലോ. അപ്പോൾ അത് നമ്മളിതാണ് ഇതേപോലെ ഇത്ര 1 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ഹെയർ എടുക്കുക. ഇപ്പുറത്തും 1 ഇഞ്ച് വ്യത്യാസത്തിൽ ഹെയർ എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ത് ചെയ്യാം. ഫസ്റ്റ് ഹെയർ ഇതേപോലെ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് കോതി വെച്ചിട്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതാണ്ട് ചെറുതായിട്ടൊന്ന് പഫ് ചെയ്ത് കൊടുക്കാം. അവിടെ സ്ലൈഡ് കൊടുക്കാം. അല്ലേ അതേപോലെ തന്നെ ഇവിടെ മുടിയെടുത്ത് നമ്മൾ പിന്നെ കുറച്ച് മുടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇടാം ഒരു ഭംഗിക്ക് വേണ്ടി. എടുക്കട്ടെ. ഇതേപോലെ ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് കുത്താം. ഇത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലായിരുന്നു സ്ഥിരം. ഇവിടെയും കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുടി അത് ആദ്യമേ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്നിട്ട് കുറച്ച് മുടിയുടെ ആവശ്യമേ ഉള്ളൂ, നമുക്ക് ഒരുപാടൊന്നും വേണ്ട. ഒരുപാടായിക്കഴിഞ്ഞാൽ മുടിക്ക് ആ ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് മുടിയുടെ ആവശ്യമുള്ളൂ. എടുത്തിട്ട് ബാക്കിലോട്ട് വെച്ച് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊക്കി കൊടുക്കുക. അപ്പോൾ പൊങ്ങി പഫ് പോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ലൈഡ് കുത്തി കൊടുക്കാം. ഇതിവിടെ ഞാൻ വെട്ടിയിട്ട മുടികളാണ്, അല്ലെങ്കിൽ നല്ലതുപോലെ കിടന്നേ. ഇത് ഒരു ഹെയർ സ്റ്റൈലായി. അപ്പോൾ ഇത് ഞാൻ 3-4 ഹെയർ സ്റ്റൈൽ ആയല്ലോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോയിൽ അടുത്ത ഹെയർ സ്റ്റൈൽ കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് താങ്ക്സ് ഉണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.